പാഷൻ ടു ബിസിനസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പേരിനെ സംബന്ധിച്ചാണ്. നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനത്തിന് പേരിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. എൻ്റെ പേര് രാജിമോൾ. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പേര് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ പേര് ആ പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈലുമായിട്ട് റെലവൻ്റ് ആയിട്ട് അതിനെ റിസംബിൾ ചെയ്യുന്ന ആപ്റ്റായിട്ടുള്ള ഒരു പേര് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേര് മറ്റൊരാളും യൂസ് ചെയ്യാത്ത രീതിയിൽ യുണീക്ക് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. യുണീക്ക് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡൊമെയിൻ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ ആ പേര് മറ്റാരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡൊമെയിൻ കിട്ടില്ല. ഡൊമെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡൊമെയിൻ നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് നമ്മളുടെ സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിന്റെ പേരിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് അതൊരു വലിയ ബുദ്ധിമുട്ടാവും. കാരണം നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആ സെയിം ഡൊമെയിനിൽ വെബ്സൈറ്റിന്റെ ഇപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എലഗൻ സ്റ്റൈൽ എന്നാണ്. www.elegantstyle.com എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഡൊമെയിൻ ഒരു വർഷം മുന്നേ പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വെബ്സൈറ്റ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡൊമെയിൻ പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റും. ആനുവലി ആണ് അതിന്റെ റിന്യൂവൽ എല്ലാം വരുന്നത്. അപ്പോൾ ബിസിനസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ ഈ ഡൊമെയിൻ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ പിന്നീട് നമുക്കത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തു വന്ന ഒരു സ്കെയിൽ ഒരുമാതിരി ബിസിനസ് ഗ്രോ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ പേരിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഡൊമെയിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേര് എപ്പോഴും ഒരു യുണീക്ക് ആയിരിക്കാൻ ശ്രദ്ധിക്കും. പിന്നെ നമ്മളൊരു പേര് സെലക്ട് ചെയ്യുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ലോങ് ആയിട്ടുള്ള ഒരു പേര് ചൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പേര് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് റിസംബിൾ ചെയ്യുന്ന, അവർക്കൊരു ടാർഗറ്റ് ഓഡിയൻസിന് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരിലേക്ക് എത്തത്തക്ക രീതിയിൽ, അവർക്കൊരു എന്താ പറയുക അലൈൻ ചെയ്യാൻ തക്ക രീതിയിൽ, അവർക്കും കൂടി അത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പേര് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ വിമൻസ് ഒക്കെ ആണെങ്കിൽ വിമൻസിന്റെ ബ്രാൻഡൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഒരു പേര് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രാൻഡിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പേരുകൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ബിസിനസ് പിൽക്കാലത്ത് നമ്മൾ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ സ്കെയിലബിലിറ്റി കൂടി കണക്കിലെടുത്തിട്ടുള്ള ഒരു പേരായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു മോറൽ വാല്യൂ ഉള്ള ഒരു പേരായിരിക്കണം. അതായത് നമ്മൾ ഒരു കൾച്ചറൽ ആസ്പെക്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റാരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ബാഡ് മീനിങ് ഉള്ള ഇതായിരിക്കരുത്. മറ്റുള്ള ലാംഗ്വേജുകളിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പം നമ്മളത് വേറൊരു ഇന്നർ മീനിങ് വരുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബാഡ് വേർഡായിട്ടുള്ള വരുന്ന പേരാണോ എന്നൊക്കെ അതിൻ്റെ ആ ഡിഫറെൻറ്റ് ലാംഗ്വേജിലും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തല്ല നമുക്ക് പിൽക്കാലത്ത് സ്കെയിലബിലിറ്റി ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഒരു ഗുണകരമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരു ഇമോഷണൽ കണക്ഷൻ അറ്റാച്ച്മെന്റ് വരത്തക്ക രീതിയിൽ, അതായത് നമ്മൾ ഒരു ഓഡിയൻസിലേക്ക് കേൾക്കുമ്പോൾ, ഇപ്പോൾ പല പേരുകളും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതിനോടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശീമാട്ടി, ജയലക്ഷ്മി, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലേഡീസിന്റെ ഉള്ളിൽ ആ ഒരു ഷോപ്പിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാകാറുണ്ട്. ഒരു പാട്ട് തന്നെ ആയ പോലും മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി, ആ പാട്ടൊക്കെ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആ ഒരു പരസ്യവാചകം നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു പോയി. അപ്പൊ അതുപോലെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു ചേരത്തക്ക രീതിയിലുള്ള ഒരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലീഗൽ ആസ്പെക്ട്സ് നോക്കുമ്പോൾ നമ്മുടെ ബ്രാൻഡ് നെയിം ആയിട്ടുള്ള ഒരു നമ്മുടെ ബ്രാൻഡ് ഡാറ്റാബേസിൽ അതിനകത്ത് വന്നിട്ടുണ്ടോ, ട്രേഡ് മാർക്കിന്റെ ഡാറ്റാബേസിനകത്ത് നമ്മുടെ ഈ പേര് ഓൾറെഡി ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ട്രേഡ് മാർക്കൊക്കെ എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഈ പേര് മറ്റാരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ട്രേഡ് മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രേഡ് മാർക്കിൽ രജിസ്റ്റർ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പേര് കിട്ടുള്ളൂ. ടെമ്പററി ആയിട്ടാണെങ്കിലും രജിസ്റ്റർ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പേര് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മുടെ ഒരു പേര് ചൂസ് ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനത്തിനായിക്കോട്ടെ ബ്രാൻഡിനായിക്കോട്ടെ പേര് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.